തട്ടിപ്പുകാരൻ ലൂക്ക്. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ വിരുദ്ധനാണ് ലൂക്ക്. ഒരു ദിവസം ലൂക്ക് കയ്യിൽ ഒരു പൂവൻ കോഴിയുമായി യാത്ര പുറപ്പെട്ടു. ഇത് കണ്ട നാട്ടുകാർ പരസ്പരം പറഞ്ഞു, ഇത്തവണയും എന്തെങ്കിലും തട്ടിപ്പ് കാണിക്കാനായിരിക്കും പോക്ക്. കാടുകടന്ന് ലൂക്ക് അടുത്ത ഗ്രാമത്തിലെത്തി. അപ്പോഴാണ് അയാൾ ഒരു ആട്ടിടയന്റെ വീട് കണ്ടത്. ലൂക്ക് ആട്ടിടയനോട് ചോദിച്ചു, യാത്ര ചെയ്ത് ക്ഷീണിച്ചു, ഇന്ന് രാത്രി താമസിക്കാൻ സ്ഥലം തരുമോ? ആട്ടിടയൻ സമ്മതിച്ചു. ലൂക്ക് വീണ്ടും പറഞ്ഞു, ഈ കോഴിക്ക് ആടുകളുടെ കൂടെ കിടന്നാലേ ഉറക്കം വരൂ, അല്ലെങ്കിൽ രാത്രി ബഹളായിരിക്കും. ആട്ടിടയൻ അതും സമ്മതിച്ചു. അങ്ങനെ ലൂക്കിന്റെ കോഴിയെ ആടുകളുടെ കുട്ടയിലാക്കി. എല്ലാവരും ഉറങ്ങുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോ ലൂക്ക് ഉണർന്നു. അയാൾ എന്താ ചെയ്തേന്നോ? ആട്ടിൻകൂട്ടിൽ നിന്ന് കോഴിയെ എടുത്ത് കറി വെച്ച് കഴിച്ചു. എന്നിട്ട് വീണ്ടും വന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ലൂക്കിന്റെ കരച്ചിൽ കേട്ട ആട്ടിടയൻ വന്നത്. അയ്യോ, ഈ ആട് എന്റെ കോഴിയെ തിന്നേ. ആട്ടിടയൻ അമ്പരന്നു പോയി. ആട് കോഴിയെ തിന്നെന്നോ? കോഴിക്ക് പകരം 3 ആടുകളെ എനിക്ക് തരണം, ലൂക്ക് പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ ആട്ടിടയൻ 3 ആടുകളെ കൊടുക്കാമെന്ന് സമ്മതിച്ചു. ലൂക്ക് കൂട്ടത്തിൽ നിന്ന് മുഴുത്ത 3 ആടിനെയും കൊണ്ട് നാട്ടിലേക്ക് പുറപ്പെട്ടു. ഒരു കോഴിക്ക് പകരം 3 ആട്. എന്തൊരു ഭാഗ്യം! ലൂക്ക് നല്ല സന്തോഷത്തിലായിരുന്നു. നടന്ന് കാട്ടിലെത്തിയപ്പോ ആടുകൾ പേടിച്ച് കരയാൻ തുടങ്ങി. ഗർ, അതാ സിംഹത്തിന്റെ ശബ്ദം. അയ്യോ, ആടിന്റെ കരച്ചിൽ കേട്ട് വന്നതാകും. ലൂക്ക് ആടുകളെയും കൊണ്ട് ഓടാൻ തുടങ്ങി. എന്നാൽ ആടുകളുണ്ടോ ലൂക്കിനെ അനുസരിക്കുന്നു? അവർക്ക് 3 വഴിക്ക് ഓടി. ഓട്ടത്തിനിടയിൽ ലൂക്ക് ഒരു കുഴിയിൽ വീണു. ചെന്നായിയെ പിടിക്കാൻ വേട്ടക്കാർ കുഴിച്ച കുഴിയായിരുന്നു അത്. എത്ര ശ്രമിച്ചിട്ടും കുഴിയിൽ നിന്ന് കയറാൻ ലൂക്കിന് കഴിഞ്ഞില്ല. കുറെ കഴിഞ്ഞ് വേട്ടക്കാർ വരുന്നത് വരെ ലൂക്ക് അവിടെ തന്നെ കിടന്നു. ഏതായാലും ലൂക്ക് തട്ടിപ്പും വെട്ടിപ്പുമെല്ലാം അതോടെ നിർത്തിയെന്നാണ് കഥ.